ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചക്കക്കുരുവിൻ്റെ മിൽക്ക് ഷേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ ചക്ക കൊണ്ട് പായസം, അട, ചക്കവറ്റൽ അങ്ങനെ ഓരോന്നുണ്ടാക്കി കൊതിപ്പിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ അതിനുള്ള ചക്കയൊന്നും എനിക്ക് കിട്ടിയില്ല. ഒരു പീസ് ചക്ക ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വെറുതെ കഴിക്കുക തന്നെ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറേ ആയി കഴിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് കുരു ഉണ്ടായിരുന്നു. ഇത്ര കുരുവിനെ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി ഞാനിവിടെ അത് വേവിച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരു. പിന്നെ ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച ചക്കക്കുരുവിനെ രണ്ടായി കട്ട് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ബ്രൗൺ കളറൊന്നും കളഞ്ഞിട്ടില്ല. അത് നമുക്ക് നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ ഞാൻ അതൊന്നും കളഞ്ഞിട്ടില്ല. അത് ഇട്ടതുകൊണ്ടോ ഇടാത്തതുകൊണ്ടോ നമ്മുടെ ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് രണ്ടായി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ടാലേ നമ്മുടെ ചക്കക്കുരു നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം രണ്ട് പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കട്ട പാലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് പാലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ ചക്കക്കുരു നല്ലപോലെ അരഞ്ഞ് കിട്ടുകയുള്ളൂ. ഞാനിവിടെ കുറച്ച് തണുത്ത പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരു നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഹോർലിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഹോർലിക്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ഡ്രോപ്സ് വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു ഏലക്ക ഇട്ട് കൊടുത്താലും മതി, നല്ല ഫ്ലേവറാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഷേക്കിലൊക്കെ പാൽപ്പൊടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ബാക്കി പാലും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ബദാം ഷേക്കൊക്കെ കുടിക്കുന്ന അതേ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്കയും ചക്കക്കുരുവൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. ഞാനപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഹോർലിക്സ് പൊടിയൊക്കെ ഇട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അതിൻ്റെ മേലെ നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാൻ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.